ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അടിയന് നടന്നതിനെ കുറിച്ച് ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിന്നും ഒത്തിരി പേര് അടിയനെ വാങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെ നടണം എന്ന് അറിയാത്തവരുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. മണ്ണ് മണൽ ചേർന്ന മിശ്രിതം, അതായത് മഴയത്ത് ഒഴുകി വന്ന മിശ്രിതമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണും മണലും കൂടി മിക്സ് ചെയ്യാം. അതിനോടൊപ്പം ഉമിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മണൽ കിട്ടാത്തവർക്ക് ഉമി ചേർത്താൽ നല്ല രീതിയിൽ ഇത് മണ്ണിന് ഇളക്കം ഉണ്ടാകും, നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകും. നമുക്ക് പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ വെള്ളം വാർന്നു പോകണം, അതാണ് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരൽ കലർന്ന മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ കുറച്ച് ഫംഗിസൈഡും ഞാൻ ചേർക്കുന്നുണ്ട്, സാഫ് ഫംഗിസൈഡും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാവുന്നത് കുറച്ച് എല്ലുപൊടിയാണ്. കുറച്ച് എല്ലുപൊടി, അതായത് ഇപ്പോൾ പൂക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് എല്ലുപൊടി ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിസംബർ മാസത്തിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഡോർമെൻസി പീരീഡാണ്, അടീനിയം ഉറങ്ങുന്ന സമയമാണ്. ആ സമയം അടീനിയത്തിന് ഒരു വളങ്ങളൊന്നും വലിച്ചെടുക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്ത ഒരു സമയം കൂടിയാണ് ഈ ഡോർമെൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വളങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ വെറും മണ്ണിൽ മാത്രം നട്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നട്ടവർക്കെല്ലാം ഇനി നമുക്ക് ഇതുപോലെ എല്ലുപൊടിയൊക്കെ ചേർത്ത് നമുക്ക് നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന തൈകൾ സാഫ് ഫംഗിസൈഡ് വെള്ളത്തിൽ 2-3 മണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നട്ടുകൊടുക്കുന്നത്. ഞാനിപ്പോൾ ചട്ടിയിലല്ല നടന്നത്, ചെറിയ കവറുകളിലാണ് നട്ടുകൊടുക്കുന്നത്. നമ്മൾ ഏതിൽ നട്ടുകൊടുത്താലും അതിൽ വെള്ളം വാർന്നു പോകാനുള്ള ദ്വാരങ്ങൾ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫംഗിസൈഡൊക്കെ തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നട്ടുകൊടുക്കാവൂ. ആവശ്യമില്ലാത്ത വേരുകളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നട്ടുകൊടുക്കുക. അതിനുശേഷം ആ വെള്ളം തന്നെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് തണലത്തോട്ട് വെച്ച് 2-3 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം വെയിലത്തോട്ട് മാറ്റി വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം എൻ്റെ തൈകളാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, കൊൽക്കട്ടയിൽ നിന്ന് വാങ്ങുന്ന അടീനിയത്തിന് കോറാക്സ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കിട്ടിയത്. പക്ഷെ നമ്മൾ അയച്ചു കൊടുക്കുന്ന അടീനിയം എല്ലാം ഇതുപോലുള്ള വലുപ്പമുള്ള അടീനിയമാണ്. അതിനെല്ലാം കോഡക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂക്കളുള്ള അടീനിയം കിട്ടും. ഇതുപോലെ 200-250 രൂപയ്ക്കൊക്കെ ഒത്തിരി പേര് സെയിൽ ചെയ്യുന്നുണ്ട്. പൂക്കൾ കാണും എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. എല്ലാം കൊൽക്കട്ടയിൽ നിന്നൊക്കെ വരുന്നത് തന്നെയാണ്. ഇവിടെ അങ്ങനെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് കുറച്ച് പേർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ അടീനിയമൊക്കെ ഞാൻ 2 മാസം മുമ്പ് വാങ്ങിയതാണ്. ഫ്ലവർ ആയി കഴിഞ്ഞു. അതിന് അത്യാവശ്യം നല്ല കോഡക്സുമുണ്ട്. അപ്പോൾ കോഡക്സും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സുഹൃത്ത് പറഞ്ഞു, ചെറിയ അടീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കോഡക്സ് വരാത്തതെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്ക് അടീനിയം കോഡക്സ് വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കോഡക്സ് വലിപ്പം വയ്ക്കും, അത് മനസ്സിലാക്കുക. ഇതെല്ലാം കൊൽക്കട്ട അടീനിയമാണ്. ഞാൻ സെയിൽ ചെയ്യുന്നതും കൊൽക്കട്ട അടീനിയമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എല്ലാം കൊൽക്കട്ട അടീനിയം തന്നെയാണ്. ഞാനൊരു 20 വർഷം മുമ്പ് വാങ്ങിയതും കൊൽക്കട്ട അടീനിയമാണ്. അന്നൊക്കെ കിട്ടുന്നത്, ഞാൻ ഏകദേശം ഒരു 25 വർഷം മുമ്പ് ഞാൻ അടീനിയം നട്ടു തുടങ്ങിയതാണ്. അന്ന് കിട്ടുന്നത് സീഡ്ലിംഗ് മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഈ ഗ്രാഫ്റ്റഡ് അടീനിയം ഒക്കെ വിപണിയിൽ സജീവമായി വന്നു തുടങ്ങി. ഇതെല്ലാം കൊൽക്കട്ടയിൽ നിന്നും വരുത്തിയ അടീനിയം തന്നെയാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇതിലെല്ലാം സ്റ്റിക്കറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തരുന്ന അതേ അടീനിയം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിലെല്ലാം കോഡക്സും ഒക്കെ നല്ല വലിപ്പമുള്ളതും ഫ്ലവറിങ്ങും എല്ലാം ആയി കഴിഞ്ഞു. 2 മാസം മാത്രമേ ആയുള്ളൂ ഇതൊക്കെ വരുത്തിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് വരുത്തിയതും ഉണ്ട് വലിയ അടീനിയം.
ഇത് എൻ്റെ ഒരു പഴയ അഡീനിയമാണ്. ഇത് പക്ഷേ വൈറ്റ് കളറാണ് ഫ്ലവർ. പക്ഷെ ഇത്തവണ ഇതിൽ പൂ പിടിച്ചപ്പോൾ കണ്ടോ ഒരു കളർ കൂടി കയറി വന്നിട്ടുണ്ട്. മ്യൂട്ടേഷൻ സംഭവിച്ചാണോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും അത് തുളർത്ത് വന്നുകൊണ്ട് ഒത്തിരി കളകളൊക്കെ പറിക്കാനുണ്ട്. അതൊക്കെ പറിച്ചു കളഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വളർന്നു വരും. അപ്പോൾ ആൻറ്റി ഫംഗൽ വല്ലപ്പോഴും, അതായത് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കീടങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു വിഷാംശം ചേർന്ന് നമ്മൾ റോസയ്ക്കൊക്കെ അടിക്കുന്ന ഏതെങ്കിലും ഒരു മരുന്ന് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരും. എല്ലുപൊടി തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കോഡക്സിന്റെ വലിപ്പം വെക്കണമെങ്കിൽ എല്ലുപൊടി തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. എല്ലുപൊടി വേരിന്റെ തട്ടാതെ കുറച്ച് മാറ്റി വേണം ഇടാൻ. അതുപോലെ വേപ്പമുളക് ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രൂൺ ചെയ്ത അഡീനിയമാണ്. ഇതിലെല്ലാം നല്ല ഫ്ലവറാണ്. എപ്പോഴും ഇതിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു അഡീനിയമാണ് ഇത്. ഏത് സമയത്തും ഇതിൽ ഫ്ലവർ കാണും. അപ്പോൾ ഇതെല്ലാം കൊൽക്കത്ത അഡീനിയമാണ്. ഇതെല്ലാം പൂത്ത് വരുന്നുണ്ട്. ഇതെല്ലാം സെയിലിനുള്ളതാണ്. പിന്നെ കൊൽക്കത്തയിൽ പറ്റിക്കുന്നവരും ഉണ്ടാവും, അത് ഞാൻ പറയുന്നില്ല. കൊൽക്കത്തയിൽ അങ്ങനെ പറ്റിക്കുന്നവർ ഒത്തിരി ഉണ്ട്. എനിക്കും വളരെയധികം പറ്റിപ്പ് നേരിട്ടിട്ടുണ്ട്. എന്നിൽ നിന്നും ഓർഡർ ചെയ്യുന്നവർ 2-3 ദിവസം കഴിയുമ്പോഴേ വിളിച്ചു തുടങ്ങും, അഡീനിയം എവിടെ എത്തിയോ അയച്ചോ, നിങ്ങൾ പറ്റിപ്പാണോ എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും പറ്റിപ്പല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അഡീനിയം അയച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഗൻവില്ലയും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഒത്തിരി താമസിച്ചു പോയി, അത് ക്ഷമിക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും അയച്ചു തരുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡേറ്റ്, അതായത് ഇപ്പോൾ ഡിസ്പാച്ച് ഡേറ്റ് ഇട്ടാണ് ഇപ്പോൾ അയക്കുന്നത്. ആ ദിവസം കഴിഞ്ഞാൽ ഉടൻ വിളി തുടങ്ങും, എന്തുകൊണ്ട് നിങ്ങൾ അന്ന് അയച്ചില്ല, പറ്റിപ്പോണ് നിങ്ങളന്ന്. പലപ്പോഴും ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട് ഡിസ്പാച്ച് ഡേറ്റ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. എല്ലാവർക്കും അഡീനിയം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് തരും. അല്ലാതെ ഒരാഴ്ച കഴിയുമ്പോഴേ എനിക്ക് അഡീനിയം കിട്ടിയില്ല, എനിക്ക് റീഫണ്ട് തരൂ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട്. അവർ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും അഡീനിയം അയച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചു പേർക്ക്, ഏതാനും പേർക്ക് മാത്രമേ അഡീനിയം കിട്ടാതെ ഉള്ളൂ. അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം വേറെ ഒത്തിരി പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്നവരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് വാട്സാപ്പിൽ ചോദിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്. പിന്നെ എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കണമെന്നില്ല. കാരണം എനിക്കും പലവിധ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ 10 മണിക്കും രാത്രി 10 മണിക്ക് വിളിക്കുന്നവരുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. എല്ലാവർക്കും അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും, പേടിക്കേണ്ട ആരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.